ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനുജ്. കരകുറ്റി സ്റ്റാർ ജീസസ് ഹൈസ്കൂളിലെ 87 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ SSLC +2 ഡിഗ്രി PG ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ SSLC +2 ഡിഗ്രി PG ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളെയും ആദരിക്കുന്ന അപൂർവ ചടങ്ങിനാണ് വേദി സാക്ഷിയായത്. അതോടൊപ്പം സ്റ്റാർ ജീസസ് ഹൈസ്കൂളിലെ ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കളുടെ കലാവിരുന്ന് സംഗമത്തിന് കൂടുതൽ മികവ് നൽകി. സെക്രട്ടറി നൈജോ പൈനാട് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷനായിരുന്നു. ഫാദർ ബെന്നി നൽകര അവാർഡ് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോർജ് എസ്തപ്പാൻ, ഫാദർ എൽദോ, ട്രഷറർ സജി മാത്യു എന്നിവർ പ്രസംഗിച്ചു. വാർത്തകളും വിശേഷങ്ങളുമായി ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
മുകളിൽ മാർക്കുകൾ വാങ്ങി SLC, +2, അതുപോലെ തന്നെ ഡിഗ്രി അങ്ങനെയുള്ള തലങ്ങളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ ജീസസ് ഹൈസ്കൂളിൽ നിന്നും ഈ തവണ ഉന്നത വിജയം നേടിയ 4 പേരെ കൂടി നമ്മൾ ആദരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ മിടുക്കരായ കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്യും. അടുത്തതായി അവരുടെ മാതാപിതാക്കൾ എല്ലാവരും തന്നെ അവരുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാതാപിതാക്കളുടെ ഒരു വളരെ പ്രയത്നമാണ് മക്കളെ നിങ്ങളുടെ ഈ വിജയത്തിന് പിന്നിലുള്ളത്. അപ്പം മാതാപിതാക്കളെ എന്നും വേദനിപ്പിക്കാതെയും മറ്റും നല്ല രീതിയിൽ ഓർക്കുക, അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക. ആ മാതാപിതാക്കളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. സ്ഥലങ്ങളും പൈസ കൊടുത്ത് ഒക്കെ കൂടിക്കൊണ്ടിരുന്നു. ഇത് സൗജന്യമായിട്ട് അദ്ദേഹം നമുക്ക് വിട്ടുതരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരുന്നു. ഈ കൂട്ടായ്മയുടെ സെക്രട്ടറിയായ വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് സ്റ്റെഫാനെ ഞാൻ സ്വാഗതം ചെയ്യും. ഗോപി പരപ്പഴൻ്റെ ആ 5 കൊല്ലം വളരെ നന്നായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കണക്കുകളും സാമ്പത്തിക കാര്യങ്ങളും എല്ലാം വളരെ നന്നായിട്ട് കൊണ്ടുപോയി. അതിനുശേഷം കഴിഞ്ഞ പൊതുയോഗത്തിൽ അദ്ദേഹം മാറുകയും പകരം നമ്മുടെ സജി മാത്യു ആണ് ഇപ്പോൾ ട്രഷറായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം വന്നിട്ടും ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന സജി മാത്യുവിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപാഠി 37 വർഷത്തിന് ശേഷം ഇതേപോലെ ഒന്നിച്ചു പോകുന്ന എല്ലാ സഹപാഠികളെയും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഈ ചിന്നപ്പള്ളി കോട്ടയത്തിൻ്റെ മാനേജർ തോമസ്, അതുപോലെ ഇവിടുത്തെ ജീവനക്കാർ, നമ്മുടെ പ്രിയ സുഹൃത്ത് ആന്റണിയാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും ഈ കൂട്ടായ്മയുടെ ശക്തി ഈ നിൽക്കുന്ന ആൾക്കാർ തന്നെ അതിന് തെളിവാണ്. ഒട്ടും കൈമോശം വന്നിട്ടില്ല. അതേപോലെ ഞാനിതെല്ലാം പറയുന്നത് സ്റ്റാർ ജീസസിലെ ടോപ്പേഴ്സായിട്ട് ആൾക്കാരോട് കേൾക്കാൻ നമ്മുടെ കുട്ടികളും ഉണ്ട് ഇതിനകത്ത്, അവർക്ക് കേൾക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെയൊരു കൂട്ടായ്മ ഒരു പക്ഷേ കേരളത്തിലല്ല ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഒത്തിരി നല്ല ആൾക്കാർ ഒത്തിരി നന്മ മാത്രം ഉള്ളിൽ കണ്ടുകൊണ്ട് ഒരു മുന്നോട്ട് പോക്ക്. ഇതിനകത്ത് ആൾക്കാർ ചെയ്യുന്ന ജോലിയോ ആൾക്കാരുടെ പൈസയോ ഒന്നും കാര്യമല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ പെരുമാറുന്നുണ്ട്. ഈ ഒരു കൂട്ടായ്മ സ്റ്റാർ ജീസസ് 87 മാത്രമാണ്. പറ്റുമെങ്കിൽ ഒരു കയ്യടി കൊടുക്കണം. എന്തായാലും ഇങ്ങനെയുള്ള കൂട്ടായ്മയൊക്കെ നിങ്ങൾക്കും സ്റ്റാർ ജീസസ് 24 ടോപ്പേഴ്സ് മാത്രമല്ല, ഞങ്ങളുടെ കുട്ടികളും ഇതിൽ ഉന്നത വിജയം നേടിയിട്ടുണ്ട്. അവർക്കെല്ലാം ഇതൊരു മാതൃകയായിട്ട് പോലെ വളരെ നന്നായിട്ട് സാധാരണ ഒരു സംഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, മുന്നോട്ട് പോകുന്നതോടും പിളർന്നുകൊണ്ടിരിക്കും. ഇത് കൂടുതൽ ശക്തി ആർജിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ അക്കാഡമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ തന്നെ ഞാനൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് പറയാൻ തോന്നി. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് കുറച്ചൊക്കെ രാഷ്ട്രീയ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കുറേ പരിപാടികളൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇറങ്ങി നടന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഗാഡ്ജറ്റിൻ്റെ മൊബൈലിൻ്റെ ലോകത്തിലാണ്. നമ്മൾ മിക്കവാറും ഒരുപക്ഷെ സ്കൂളിലോ അല്ലെങ്കിൽ ഫാമിലിയോ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതിൻ്റെ പറയുകയാണ്. ഇതുകൊണ്ട് ഒത്തിരി ദോഷങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഈ പഠിത്തത്തോടൊപ്പം കൊണ്ടുപോകാൻ കഴിയണം. എൻ്റെ കൂടെ അല്ലെങ്കിൽ എനിക്കൊരു ഭാഗ്യമുണ്ടായി. എൻ്റെ ക്ലാസ്സിലെ ടോപ്പർ US-ലുള്ള ഒരാൾ എന്നോട് വർക്ക് ചെയ്യാനുള്ളത്. എൻ്റെ സീനിയറായിട്ട് പഠിച്ച ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് ടോപ്പർ, ജൂനിയറായിട്ട് പഠിച്ച ടോപ്പറിൻ്റെ അടുത്തുള്ള മാർക്ക്. ഞാൻ പറഞ്ഞത് എന്നെ കണ്ട് കോപ്പി ചെയ്യുന്നതല്ല, പക്ഷെ ഞങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതും കൂടെ നമ്മൾ നോക്കും. ഒരു ടീം പ്ലെയർ ആണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ, ഇൻഡിവിജ്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല നല്ല പൊസിഷനിലേക്ക് വരാം. അക്കാഡമിക് എക്സലൻസ് ഗുണമില്ലാന്നല്ല, ഉറപ്പായിട്ട് ഗുണമുണ്ട്. അതിനെ
ഒരു പരിധിയിൽ തന്നെ നമുക്ക് നിലനിർത്താൻ കഴിയണം. R&D ജോബിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, മറ്റുള്ളവരും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല. പക്ഷെ ഒരു കണ്ണ് നമുക്ക് കഴിയുമെങ്കിൽ ഇതിലൂടെ ഉണ്ടാവണം. ജൂലൈ 14 എന്നെ സംബന്ധിച്ച് നല്ലതും അല്ലെങ്കിൽ ചീത്ത ഓർമ്മകളും വരുന്ന ഒരു ദിവസമാണ്. നല്ലത്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണ്. 2021 ജൂലൈ 14 അങ്ങനെ ഒരു വിവാഹ വാർഷികം ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു. എന്തോ ഞാൻ ഒരു ദൈവത്തിൻ്റെ ഒരു ദൈവവിശ്വാസിയൊന്നുമല്ല, എൻ്റെ കർമ്മത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ഞങ്ങൾ പാരൻസുമായിട്ട്, എൻ്റെ മകളിവിടെ ഉണ്ട്, ഫോട്ടോ എടുക്കുന്ന സമയത്ത് സെപ്പറേറ്റ് അവരുമായിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നിയിരുന്നു. ഒരു മാസം കഴിയുമ്പോൾ ഓഗസ്റ്റ് 13 എൻ്റെ അമ്മ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെടുത്ത് പോയി. ഞാനിത് പറഞ്ഞത് എൻ്റെ ഒരു സങ്കടം മാത്രമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റിയിലോട്ട് വന്നപ്പോൾ എനിക്ക് കുറേ സങ്കടങ്ങൾ എൻ്റെ കൂട്ടുകാരൻ മൂലം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഓർമ്മിപ്പിക്കാനല്ല, എന്നോടൊപ്പം എൻ്റെ ഫാദർ ബിന്നിയുടെയും നൈജോയുടെയും ഒത്തിരി ആൾക്കാരുടെ അമ്മമാരും ഒക്കെ പാരൻസ് വിട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ലോകത്തിൽ എവിടെ എത്ര ഉയർന്ന ഇതിൽ വന്നാൽ പോലും നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മുടെ കൈക്കരുത്തായിട്ട് നമ്മുടെ കുടുംബം തന്നെയാണ് ഉണ്ടാവുക. ഫാദർ ബെന്നി, നൈജോ, ജോർജ്, പേരിൽ ഇരിക്കാൻ പറ്റാതിരുന്ന നമ്മുടെ ട്രഷർ സജി മാത്യു, ഫാദർ എൽദോ. നമ്മുടെ ഈ പരിപാടിയിൽ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ വർഷം നമ്മുടെ കൂട്ടായ്മയിലെ ആൾക്കാർ മാത്രമല്ല, നമ്മളെ ഈ കൂട്ടായ്മയിലേക്ക് നയിച്ച സ്റ്റാർ ജീസസ് എന്ന സ്ഥാപനത്തിൽ ടോപ്പർമാരായിട്ടുള്ള 4 കുട്ടികൾ, 4 പേര്: ഇമ്മാനുവൽ, ജോഷുവ, ജോഹാൻ, നവി. ഒരാൾക്ക് വരാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നൈജോ പറഞ്ഞ പോലെ, ബിജോയ് പറഞ്ഞ പോലെ 1987 ഈ സ്റ്റാർ ജീസസ് എന്ന് പറയുന്ന സ്കൂളിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. നിങ്ങളൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു ഡിജിറ്റൽ യുഗത്തിലോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഉള്ള കാലഘട്ടത്തിലല്ലായിരുന്നു ഞങ്ങൾ. വർഷങ്ങൾ കുറേ എടുത്തു സാംജി എന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടായ്മ കൂട്ടിയിണക്കാനായിട്ട്. അതിൽ ഒത്തിരി കടപ്പാട് സാംജിയോടുണ്ട്. എപ്പോഴും നമ്മളത് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ കഴിഞ്ഞില്ല. അതുപോലെ ഉദ്ഘാടകൻ, ഈ കൂട്ടായ്മയുടെ ചുമതലക്കാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, കുഞ്ഞുമക്കൾ, ഈ ഒരു വൈകിയ വേളയിൽ കൂടുതൽ സമയമെടുക്കുന്നില്ല. നല്ല നല്ല വാക്കുകൾ, നല്ല ഉപദേശങ്ങൾ, ഭാവിയിലേക്ക് ഉള്ള ആശംസകളൊക്കെയും നേർന്നു കഴിഞ്ഞു. ഈ മക്കൾ, അതുപോലെ കുഞ്ഞുങ്ങളിനെയും വളർന്നു വരുന്ന ആ ഒരു തലമുറ ഏറ്റവും നല്ല പാതയിൽ നല്ല മൂല്യങ്ങളുള്ളവരായി മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. ഈ കൂട്ടായ്മ സ്നേഹ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ. പ്രത്യേകിച്ച് സാംജിയെ, അതുപോലെ ഇവിടെ ഇല്ലാത്ത പലരെയും മിസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അധ്യാപകരുടെ നിലയിലും അതുപോലെ കുട്ടികളുടെയും ഒരാഴ്ചനെ പോലെയുള്ള ആളുകളെ പ്രത്യേകമായി ഓർക്കുന്നു. അതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകിച്ച് ഇന്ന് ആദരിക്കപ്പെട്ട വിദ്യാർത്ഥികൾ, എൻ്റെ മകളും ഇതിൻ്റെ കൂടെയുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സുഹൃത്തുക്കളെ, ഉന്നത വിജയം നേടി വന്നിട്ടുള്ള കൊച്ചുമക്കളുണ്ട്. നമുക്കറിയാം, 2019 നമ്മൾ തുടങ്ങിയ സാംജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ കൂട്ടായ്മ
ഏകദേശം 5 വർഷം പിന്നിടുകയാണ്. 37 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ടായ്മ കൂടിയത്. നമ്മൾ 87 ബാച്ചിൽ പല ഡിവിഷനിലായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്ര സൗഹൃദം എല്ലാവരുമായിട്ട് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയും എല്ലാവരും തമ്മിൽ പരസ്പരം പരിചയപ്പെടാൻ, ഇങ്ങനെ ഈ കൂട്ടായ്മയിലൂടെ ഒത്തിരി സഹകരണ പ്രവർത്തനങ്ങൾ മീൻസ് നമ്മുടെ ഈ കൂട്ടായ്മയുള്ള ആർക്ക് എന്ത് വന്നാലും ഒത്തിരി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെ നമ്മുടെ കൊച്ചുമക്കളെയും നമ്മൾ പഠിച്ച സ്കൂളിലെ കുട്ടികളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലുള്ള മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വന്ന ആ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ മക്കളെയും കുട്ടിയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ബെന്നിയച്ഛനും എൽദോച്ചനും ഈ വേദിയിലുള്ളപ്പോൾ നമ്മുടെ ആ കൂട്ടായ്മയുടെ പകട്ട് വളരെയധികം ഇരട്ടിയാവുകയാണ്. കാരണം അന്ന് SDMI സഭയോട് തന്നെ ഇന്ന് തലവനായിട്ടിരിക്കുന്ന ആ നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ അച്ഛൻ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്, എൽദോച്ചനും. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ കൊച്ചുമക്കൾക്ക് നല്ല നല്ല നിർദ്ദേശങ്ങളാണ് സമയത്ത് കൊടുത്ത് നമ്മുടെ അച്ഛനായാലും നമ്മുടെ പ്രസിഡൻ്റായാലും. തീർച്ചയായിട്ടും ഉന്നത വിജയം നേടിയ കൊച്ചുമക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ പരിപാടി ഇത്രയും ഭംഗിയാക്കിയ നമ്മുടെ ബാച്ചിലെ നമ്മുടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ മാതിരി ആ ടീമംഗങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ടീമങ്ങളെയും ഒരിക്കൽ കൂടി അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം. ഇതെല്ലാം നമ്മളിപ്പോൾ ഇവിടെയാണ് നടത്തുന്നത്. ജോർജ് വളരെ സന്തോഷത്തോടു കൂടെ ഫ്രീ ആയിട്ടാണ് അത് നമുക്ക് തരുന്നത് എന്ന കാര്യം ആ നല്ല മനസ്സിനെ നമ്മൾ നമിക്കുന്നു. കാരണം ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് നമുക്കിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കമ്മിറ്റി കോപ്പറേറ്റീവ് ബാങ്കിന്റെ മുകളിൽ നിലയിലായിരുന്നു ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അതിൽ ഭൂരിപക്ഷം ആളുകളെയും ജോയി നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. ജോയിക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ ബാച്ചിൽ 50 പേരെങ്കിലും ഇന്നൂടെ പങ്കെടുക്കണം. അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ എല്ലാവരെയും നിരന്തരം വിളിച്ചിട്ട് പറയും, ഞാൻ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകൂടി വിളിക്കണം, ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. ബാച്ചിന് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടറി നയിച്ചോന്റെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ യോഗത്തിന് വരുന്ന അറിയിക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് അരുണാണ്. അരുൺ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ്. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ടാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏകദേശം 10-50ഓളം സുഹൃത്തുക്കളും SLCയിൽ +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളൂടെയുണ്ട്. നമ്മളിതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഈ ഡേറ്റ് അരുണിന്റെ ഒരു ഡേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എടുത്തത്. കാരണം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ജൂലൈ 14. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ആ ഡേറ്റ് തന്നെ നമുക്ക് സ്വീകരിക്കാം. ഉടനെ തന്നെ ബെന്നിയച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ അന്ന് ഫ്രീ ആണ്, എത്തിക്കോളാം. അങ്ങനെയാണ് നമ്മുടെ ഈ ജൂലൈ 14 എന്നുള്ള ഈ ദിവസം തീരുമാനിക്കാൻ ഇടവന്നത്. എന്തായാലും അരുൺ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമ്മുടെ ഈ 87 ബാച്ചിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷമായിട്ട് സെക്രട്ടറി പദം അലങ്കരിക്കുന്നു. ഏത് കാര്യത്തിനായാലും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നൈജോ എസ് എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ കമ്മിറ്റിയിൽ വേറെ ആരും നോ പറയില്ല. കാരണം ആലോചിച്ച് വളരെ യുക്തമായിട്ടായിരിക്കും നൈജോ അഭിപ്രായങ്ങൾ പറയുക. ഏത് തീരുമാനവും അതുപോലെ തന്നെ വളരെ ശക്തവും വളരെ എന്താ പറയാ, there is a garden in front of my school എന്ന് പറയുന്നത് there is കിട്ടണില്ല. അങ്ങനെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ ഒരു ചവിട്ടി കൂടി there is എന്ന് പറയണത്. അപ്പോൾ അച്ഛൻ കേട്ടില്ല. അങ്ങനെ പറയാം there is a garden in front of my school എന്ന് പറഞ്ഞ ഉടനെ അഡ്മിഷൻ. അങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ ഞങ്ങൾ 3 പേര് അഡ്മിഷൻ എടുത്തത്. അന്ന് 8ാം ക്ലാസ്സിൽ ഞങ്ങൾ ചേരുമ്പോൾ 5 ഡിവിഷനാണ്. ഞങ്ങളെയൊക്കെ 5ാമത്തെ ഡിവിഷനിലാണ് തള്ളിയത്, 8E. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങ്. അപ്പോൾ ഓരോരുത്തരും വിളിക്കുക, അവർ വരാം, ഇത് വാങ്ങിക്കും.
ഇനി പരിശോധിക്കാം. ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്കൽസ് ഇനി മൂക്കന്നൂരിലും. മൂക്കന്നൂരിലെ ആദ്യത്തെ AI അധിഷ്ഠിത നേത്ര പരിശോധനാ സെന്റർ. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 3 പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യം. ഇന്ത്യക്ക് അകത്തും പുറത്തും നിരവധി ഷോറൂമുകൾ. ലോകോത്തര ബ്രാൻഡുകൾ ലഭ്യമാണ്. 50% വരെ കിഴിവ്. 1 വാങ്ങുമ്പോൾ 1 ഫ്രീ. ലെൻസ് ആൻഡ് വിഷൻ ഒപ്റ്റിക്കൽസ് നിയർ മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഫോൺ നമ്പർ 0484 2001 655 996199 8377. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കടവന്ത്ര, അങ്കമാലി, ചാലക്കുടി. ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നീ ചാനലുകളിൽ പരസ്യങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 7736964883 9072046846. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.